ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ പ്രചരണങ്ങൾ നടത്തും, ഇല്ലാത്ത കഥകൾ കുറെ പറഞ്ഞുണ്ടാക്കുകയും കുറെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് കുറെ മീഡിയ സ്പേസും വാർത്തയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടു കൂട്ടരും നിർത്തിയിട്ടില്ല. അപ്പൊ ഇന്നലെ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്താ? BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി, UDFന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പിരാരിയിൽ ഭയങ്കരമായിട്ട് വോട്ട് കുറഞ്ഞു. സത്യമല്ലേ? ഇന്നലെ ആദ്യം നടന്ന ഒരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതല്ലേ ഇന്നലെ ആദ്യം പുറത്തേക്ക് വന്നു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്ററിലും ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ ഞങ്ങൾ ചാടിക്കേറിയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഇതിന്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ബാലറ്റ് അക്കൗണ്ട് ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ വോട്ട് അനുസരിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെന്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഈ പറയുന്ന BJP നഗരത്തിൽ കൂടുകയും പഞ്ചായത്തിൽ കുറയുകയും ചെയ്യുന്ന ഒരു സിനാരിയോ അല്ല ഉണ്ടായിട്ടുള്ളത്. കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട്, അതിന് കണ്ണാടിയിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പിരാരിയെ സംബന്ധിച്ചൊരു കാര്യം എടുക്കുക. പിരാരിയുടെ പോൾ വോട്ടിന്റെ കണക്കെടുക്കുക. 2021 BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ തെരഞ്ഞെടുപ്പെന്ന് അവർ പറയുന്ന മെട്രോമാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 26,015 വോട്ടാണ് അവിടെ അന്ന് പോൾ ചെയ്തത്. 25,000 വോട്ടാണ് ലോക്സഭക്ക് പോൾ ചെയ്തത്. 26,200 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിരാരിയിൽ പോൾ ചെയ്തിരിക്കുക. ഈ 3 തെരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഇനിയിപ്പോ അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവർ വിളിക്കുന്നത് വെസ്റ്റിനെയാണ്. നിങ്ങൾ നോക്കുക, 16,223 വോട്ട് അന്ന് അവർക്ക് ടോട്ടൽ പോള് വെസ്റ്റിൽ വന്നു. ഇപ്രാവശ്യത്തെ വെസ്റ്റിലെ പോളിംഗ് എന്ന് പറയുന്നത് 15,930 ഇപ്പൊ 21 കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും BJPക്ക് ആശ്വസിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കണക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്ന ബാലറ്റ് അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ മുമ്പാകെയും മാധ്യമങ്ങളുടെ മുമ്പാകെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശക്തി കേന്ദ്രങ്ങളുടെ വോട്ട് ചോർച്ചകളെ സംബന്ധിച്ച് ഇപ്പോ പല എക്സാമ്പിൾ അവർ പറഞ്ഞു UDFന്റെ ശക്തി കേന്ദ്രത്തിൽ വോട്ട് കുറഞ്ഞു. നിങ്ങളിപ്പോ 4 നമ്പർ ബൂത്ത് എടുക്കുക. 4 നമ്പർ ബൂത്ത് കൽപ്പാത്തിയിലെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ 1-2 ബൂത്ത് ഒരു മോഡലായിട്ട് പഠിച്ചു. അപ്പൊ അവിടുന്ന് ഞങ്ങളുടെ ആളുകൾ ലിസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പറയുന്നത് 72 ഐഡന്റിഫൈഡ് BJPക്കാർ അവിടെ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല, ആ ബൂത്തിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ബൂത്തിന്റെയും കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എത്തും. ഒരാത്മവിശ്വാസക്കുറവും UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നൽകുന്നില്ല. മാത്രമല്ല അവരുടെ ക്ലെയിം പോലും ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. കാരണം നഗരസഭയിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി എന്നവർ അവകാശപ്പെട്ടിട്ട് അവർ നടത്തിയ ക്ലെയിം തന്നെ 10,000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ ക്ലെയിം ഇത് ആദ്യത്തെ അനുഭവമല്ല, ഓഫീസ് വരെ തുറന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് പാലക്കാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. പാലക്കാട് എന്നൊരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല, നിങ്ങൾക്ക് ആർക്കും വേണ്ട, പാലക്കാട്ടെ ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. വോട്ട് ചെയ്ത പാലക്കാട്ടെ ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രതീക്ഷ.